ഹായ് ബേബ്സ്, വെൽക്കം ബാക്ക്. വീക്ക്ഡ് ഗെയിമിന്റെ 5th എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ട്. വൂട്ട് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന പാർക്ക് അവന് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് ചെറ്റാന്നെയാന്നും പറഞ്ഞ് വൂട്ടിന്റെ കുട്ടിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്നും അവരൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവര് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ കുട്ടി അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എപ്പോഴാ വരികയെന്ന് പറഞ്ഞ് ചോദിച്ച് ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിക്കുന്ന ഒരു വീഡിയോ ആണ്. അതും കൂടെ ആവുമ്പം വൂട്ടിന് ഭയങ്കര ഫീലിങ്സ്, കുട്ടീനെയും വൈഫിനെയും കാണണമെന്ന്. അതൊന്നും പറ്റത്തില്ല, ഇപ്പൊ നിങ്ങൾ എവിടെ പോയാലും പ്രശ്നമാണ്, ആരെയും കാണാൻ പാടില്ല, ചെറ്റിനെ ഒഴുകിയെന്ന് പറഞ്ഞിട്ടാണ് പാർക്ക് അവിടുന്ന് പോകുന്നത്. ഇവിടെ റിസൈൻ്റെ അസിസ്റ്റന്റ് താനിന്റെ അടുത്ത് സംസാരിച്ച ഒരു കാര്യമാണ് പറയുന്നത്. താനിന് സെനറ്ററുടെ കാര്യത്തിൽ ഇൻവോൾവ് ആണോ എന്ന് ശരിക്കും നല്ല സംശയം ഉണ്ടെന്ന് പറയുമ്പം അതാണ് നമുക്ക് വേണ്ടത്, അവരെ പറ്റുന്നത്രയും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കണം എന്നാണ് റിസ പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ചെറ്റിനെക്കാട്ടും വലിയ വിഷം റിസയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചെറ്റ് വരുന്നുണ്ട്. ഇവര് ജെയ്സനുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകണല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് തരാൻ പറയുമ്പം അത് കുറച്ച് കോൺഫിഡൻഷ്യലാണ്, അച്ഛനോട് ചോദിക്കാതെ എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് റിസ. ചെറ്റിന്റെ ടെമ്പർ വല്ലാതെ തെറ്റിക്കിടക്കുവാണല്ലോ. നീ ജസ്റ്റ് ഒരു മിസ്ട്രസിന്റെ മോളാണ്, എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്, നീ എനിക്കൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ഞങ്ങളൊന്നും അല്ലായിരിക്കാം, എനിക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം, പക്ഷെ പീമ തിരിച്ചു വരുമ്പം നിനക്ക് നല്ല മുട്ടം പണി തരും, അത് നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ അവനിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. ഇവനൊച്ചയെടുത്ത ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിക്കുമ്പം അവളുടെ കയ്യിൽ ഓൾറെഡി കോഫി ഉണ്ട്, അതെടുത്ത് അവന്റെ മേത്തേക്ക് മറിച്ചു വിടുകയാണ്. സാധാരണയായിട്ട് അവനാണല്ലോ അത് ചെയ്യാറ്. എന്നിട്ട് അത് നിലത്തേക്ക് എടുത്തെറിഞ്ഞ് 2 പഞ്ച് ഡയലോഗ് അടിച്ച് സോഫയിൽ പോയി ഇരിക്കുന്നുണ്ട്. ചെറ്റ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടിട്ട് കോഫി കിട്ടിയില്ലേ, ഇനി വേറെന്തെങ്കിലും വേണോന്ന് ഒരുമാതിരി കളിയാക്കുന്നുണ്ട്. അവന് നല്ല ദേഷ്യത്തിൽ പോയിട്ട് റൂമിൽ നിന്ന് ഡ്രഗ്സ് എടുക്കാൻ നോക്കാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പാർക്ക് വരുന്നത്. അവൻ അകപ്പെടാൻ പേടിച്ചു പോകുന്നുണ്ട് ഇവനിങ്ങനെ ഡ്രഗ്സ് എടുക്കുന്ന കണ്ടിട്ട്. ചെറ്റ ഭയങ്കര അഗ്രസീവായിട്ടാണുള്ളത്, ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് എടുക്കരുത്, ഇതിങ്ങനെ ചെയ്യരുത്, ശരിയാവത്തില്ല എന്നൊക്കെ. ഇവർ ഒരുപാട് ഒച്ചയെടുക്കുന്നുണ്ട്. പാർക്ക് എങ്ങനെയൊക്കെയോ ആ ഒരു സിറിഞ്ച് എടുത്ത് കളയുന്നുണ്ട്, അത് കുറച്ച് ദൂരെ മാറിപ്പോയി വീഴുന്നു. ചെറ്റ ഒരുമാതിരി സമതല തെറ്റിയാണ് കാണുള്ളത്. അവനെ പീമിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം, ഇങ്ങനെയൊക്കെ നടന്നാൽ എങ്ങനെയാ ശരിയാവുക, പീമിന്റെ അടുത്ത് ആ ഒരു സ്വത്തൊക്കെ പോവും എന്നൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ. ചെറ്റ ഇങ്ങനെ വിഷമിക്കുന്നതിന് അവനെക്കാട്ടും വലിയ വിഷമാണ് പാർക്കിന്. എല്ലാം നമ്മൾ ശരിയാക്കും, ഓക്കെ ആക്കും, അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, പീമിനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ താൻ ഭയങ്കര വിഷമത്തിലാണ് ഉള്ളത്. അവന്റെ വീട്ടില് റൂഫ് ടോപ്പില് നിൽക്കുന്ന സമയത്ത് അവന്റെ വീട്ടിലേക്ക് ആരോ വരുന്നത് കാല് മാത്രം നമ്മളെ കാണിക്കുന്നുണ്ട്, കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടാണ് കാണിക്കുന്നത്. ആളടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ പേക്കിന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. താൻ അങ്ങനെ ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അത് പീമാണെന്ന്. അവനെ കണ്ടതും മിണ്ടാതെ മാറിപ്പോ നിൽക്കുമ്പം നിക്ക്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുന്ന് പീമ്. ശരിയെന്ന് പറഞ്ഞ അവിടെ നിൽക്കുമ്പം അന്ന് ജെയ്സൺ എന്റെ അപ്പാർട്ട്മെന്റിൽ വന്നത് ആ കോൺട്രാക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയുന്നു. അറിയാം, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ഫെനൈലിന്റെ കാര്യം നീ കണ്ടുപിടിക്കാൻ നോക്കിയത് ജസ്റ്റിസിന് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. നിനക്ക് വൂട്ടിനെ കണ്ടുപിടിക്കണമെന്ന് ഒരു താല്പര്യമില്ല. നീ ശരിക്കും എന്നെ യൂസ് ചെയ്യാണോ എന്ന് ചോദിക്കുന്നതിന് നീ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് ശരിക്കും നിന്നെ ജെനുവിൻലി ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഉള്ളത് എന്ന് പീമ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഗ്ലൗസ് അത് ഇത് എന്ന് പറഞ്ഞ് ഫുൾ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരാള് സ്നൈപ്പർ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ താന് എനിക്ക് നിന്നെ വിശ്വസിക്കണം എന്നാണ് ഉള്ളത്, അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നീ നിന്റെ മാത്രം കാര്യമാണ് നോക്കുന്നത്. നിനക്ക് തിരിച്ച് തനേജിലേക്ക് പോകണം, ചെറ്റിനെ വിൻ ചെയ്യണം. അപ്പൊ ഞാനോന്ന് ഒരുമാതിരി ചോദിക്കുന്ന സമയത്ത് അവിടെ സ്നൈപ്പർ ഇവരെയാണ് വെച്ച് നിൽക്കുന്നത്. താനവിടുന്ന് പോവാൻ നോക്കുന്നുണ്ട്. പീമ പിന്നെയും പുറകെ പോയിട്ട് നീ എന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നു. താനും എന്തോ പറയാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. കറക്റ്റായിട്ട് പീമിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അവരെ നമ്മളിവിടെ ഉള്ളത് മനസ്സിലാക്കിയെന്നുള്ളത് സ്നൈപ്പർ ആരോ വിളിച്ച് പറയുന്നുണ്ട്, പാർക്കിനെ ആയിരിക്കണം. അകത്തേക്ക് വന്ന താന് പീമിന്റെ അടുത്ത് താഴെ പോയിട്ട് ഒളിഞ്ഞിരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കാനും പറഞ്ഞ് പീമിനെ പറഞ്ഞിട്ട് ഒരു ഗൺ എടുക്കുന്നുണ്ട്. ഭീമ താഴേക്ക് പോകുന്ന സമയത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. കുറച്ചൊന്ന് അടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും താൻ വന്ന് അയാളെ ഷൂട്ട് ചെയ്ത് ഭീമനെ രക്ഷിക്കുന്നുണ്ട്. ഭീമ താഴേക്ക് വന്നു. ഈ സമയം വീടിന്റെ താഴെയായിട്ട് പാർക്കും വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവരെ താഴേക്ക് ഇറങ്ങി വരുന്നതും പാർക്ക് അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആർക്കൊന്നും പറ്റുന്നൊന്നുമില്ല, അവരെ തിരിച്ചും ഷൂട്ട് ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ള ഗൺ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് താനെ പീമിന്റെ അടുത്ത് അവിടെ ഡോറിന്റെ അടുത്തായിട്ട് മറിഞ്ഞിരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നീ ഒന്ന് ചോദിക്കുമ്പം നീ ചെല്ലിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുന്നു. പക്ഷെ പീമ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ഭയങ്കരമായിട്ട് വെടിവെക്കുന്നുണ്ട്. അതിൽ അവന്റെ കഴുത്തില് ചെറുതായിട്ടൊരു മുറിവ് ഉണ്ടാവുന്നുണ്ട്. താനും അവരും തമ്മിൽ ഭയങ്കരമായിട്ട് ഗൺഷോട്ട് ഉണ്ടായിട്ട് താനും ഒരു വിധത്തില് പീമിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവൻ ഓക്കെയാണെന്നൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് അവിടെ ബേക്കിൽ നിന്നിട്ട് അവരെ ഷട്ട് ചെയ്യുന്ന വെടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരാള് പാർക്കിന്റെ കൂട്ടത്തിലേക്ക് വെടിവെക്കുന്നത്. നോക്കുമ്പോ ധനായി ആണ്, കൂടെ തന്നെ ധനായിന്റെ ആൾക്കാരും ഉണ്ട്. ചെക്കൻ ചുമ്മാ മാസായിട്ട് പാർക്കിനെ വെറുതെ നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും താനും എണീറ്റ് ഗണ്ണും ചൂണ്ടി അവർക്ക് നേരെ നിൽക്കുന്നുണ്ട്. അപ്പൊ ധനായി ഇവരുടെ അടുത്ത് അവരുടെ പീമിന്റെ അച്ഛൻ
ഇവരെ കാണണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അടുത്ത സീനിൽ അച്ഛൻ ഋഷി അടക്കം എല്ലാവരും അവിടെ ഉണ്ട്. ചെറ്റൊഴികെ പാർക്കിനെയാണ് ഇട്ട് അച്ഛൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീമനെ കൊല്ലാൻ നോക്കിയാനാണ് ഇപ്പിട്ട് അടിക്കുന്നത്. ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചെറ്റ് വരുന്നത്. അവനെ ഒന്നും ചെയ്യരുത്, ഞാൻ പറഞ്ഞിട്ട് അവനത് ചെയ്തത്, എന്നിട്ടെങ്കിലും എൻ്റെ അടുത്ത് തീർത്താൽ മതി എന്നുള്ള രീതിക്ക് ചെറ്റ് പറയുമ്പം നിന്റെ അടുത്ത് തീർക്കണമല്ലേ എന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അവനെ അടിക്കാൻ നോക്കുന്നത് പാർക്കിനെ സഹിക്കുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമഴ പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചെറ്റിന്റെ തലയ്ക്ക് ഗണ്ണ് വെച്ച്, നീ ഭീമ പുറത്തായിരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, തല്ലിയാലും കൊന്നാലും. പക്ഷെ അവനിപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാണ്, അവൻ എൻ്റെ പ്രൊജക്റ്റിന് ഹെൽപ്പ് ചെയ്യാണ്. അതുകൊണ്ട് നിന്നെ അവൻ്റെ ഒരു വിരല് തൊടാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. അതങ്ങനൊരു തന്ത. ഇതിനെതിരായിട്ട് എന്തെങ്കിലും നടന്നാൽ നിങ്ങൾ രണ്ടുപേരും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞ് പുള്ളി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഭീമപ്പോഴത്തേം പോലെ അയ്യോ എൻ്റെ ചേട്ടാ കുട്ടി ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചെറ്റിനെ പ്രൊവോക്ക് ചെയ്ത് നമ്മുടെ പാർക്കിന്റെ കവളില് പിടിക്കുക കൂടെ ചെയ്യാണ്. ചെറ്റിനെ നന്നായിട്ട് ദേഷ്യം വന്ന് കൈതട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ഭീമ അവിടുന്ന് പോകുന്നു. പുറകെ താനും അതിന്റെ പുറകെ ഋഷിയും. അടി മേടിച്ച പാർക്ക് ചെറ്റ് ഓക്കെയാണോ എന്നാണ് ചോദിക്കുന്നത്. തിരിച്ച് ചെറ്റും. അടുത്ത സീനില് താൻ ഭീമിന് കഴുത്തിലെ മുറിവിന് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ എൻ്റെ അടുത്തിരുന്ന് മരുന്നിരുന്നതിനർത്ഥം എൻ്റെ അടുത്ത് ദേഷ്യമില്ല നല്ലേന്ന് ഭീം. ഒരക്ഷരം താൻ എൻ്റെ വായിന്ന് വരുന്നില്ല. നിന്റെ ദേഷ്യം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പറ, അതേ കണക്ക് ചെയ്യാന്ന് ഇവനൊരുമാതിരി കൊഞ്ചു സംസാരിക്കുന്നുണ്ട്. താനിനും എത്രയൊക്കെയെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുക. താ നോക്ക്, ചെറ്റിന് പാർക്ക് പോലെ ഒരു ലാപ്പ് ഡോഗ് അല്ല ഞാൻ. നീ പറയുന്നതെല്ലാം കേട്ട് വാലുവാട്ടി നിനക്ക് എന്താണോ വിചാരിക്കുന്നത് അതിനനുസരിച്ച് എന്നെ അപ്രോച്ച് ചെയ്ത് അതൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ബോഡി ഗാർഡായിട്ട് മാത്രമാണ് നിനക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ തമ്മിൽ അതിൽ കൂടുതലുള്ള ഒരു ടോക്കും വേണ്ട. ഇനി വർക്ക് റിലേറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് താൻ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. ഭീമിന് അത് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അടുക്കളയിലേക്ക് പോയാൽ താൻ്റെ പുറകെ പോയിട്ട് എനിക്ക് റൂമിൽ നിന്ന് ഒരു സാധനം എടുത്തു തരുമോ ചോദിക്കുകയാണ്. താൻ അങ്ങനെയൊന്ന് നോക്കുമ്പം ഇത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, നീയല്ലേ പറഞ്ഞത് അങ്ങനത്തെ കാര്യം മാത്രമേ സംസാരിക്കാവുള്ളൂ എന്ന് പറയുന്നു. താനൊന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം അലമാരയിൽ നിന്ന് ഒരു ബോക്സ് എടുക്കാൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞ് അത് എടുക്കുന്നുണ്ട്. അപ്പം അത് തുറക്കാൻ പറയുന്നു. അത് തുറന്നും കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു റെഡ് ചെറിയൊരു ബോക്സ് ആണുള്ളത്. അതും തുറക്കാൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞാൽ അതും തുറക്കുമ്പം ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അതിൽ ചെറുപ്പത്തിൽ താന് ഭീമിന് കൊടുത്ത ആ ഒരു ചെറിയ റിംഗ് ആണ് ഉള്ളത്. കുട്ടി ഭീമിന് ആ ഒരു റിംഗ് കൊടുത്തത് അതിനുശേഷം ഇവരെ കളിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ കൂടെ കളിക്കാവോ എന്ന് പറഞ്ഞ് ഭീമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം താന് പ്രോമിസ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ടോയ് റിംഗ് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എനിക്കിത് തന്നത്. ആളെ തന്നെ തണ്ടർ കോപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ വളരെ വീക്കായിരുന്ന സമയത്ത് എന്നെ കൊണ്ട് സാധാരണ കുട്ടികളെ കണക്ക് കുറച്ചേരെങ്കിലും ഫീൽ ചെയ്യിക്കാൻ പറ്റിയത് അവനെ കൊണ്ട് മാത്രമായിരുന്നു. താനും മനസ്സിലാവുന്നുണ്ട് നീയാണോ ടീം എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ വിചാരം അത് ഭീമല്ല ടീമാണെന്നാണല്ലോ. ഭീമ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ താൻ അടുത്തതായിട്ട് ചോദിക്കുന്നത് നീ എന്നെ വെച്ച തമാശ കളിക്കായിരുന്നോ, എന്നെ യൂസ് ചെയ്യാൻ നോക്കായിരുന്നോ എന്നുള്ള രീതിക്കാണ്. തീർച്ചയായിട്ടും അല്ല. നീ അന്ന് പണ്ട് കണ്ട ആ ചെറിയ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടിയല്ല ഞാൻ. ഇപ്പം ഞാൻ വളരെ ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറയാതിരുന്നത്. നീ എന്നെ വെറുക്കുമോയെന്ന് എനിക്ക് പേടിയായിരുന്നു. നീ എന്നെ വെറുക്കരുതെന്ന് എനിക്ക് അത്ര നിർബന്ധമുണ്ട് എന്നും പറഞ്ഞ് പതിയെ പോയിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് നീ എന്നെ വെറുക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതും സംസാരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കരയുന്ന രീതിക്കാണ്. പതിയെ അടുത്ത് പോയിട്ട് തന്നൊരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് മനസ്സിലാക്കിയിട്ട് അവരെ പതിയെ ഹഗ് ചെയ്തുകൊണ്ട് താൻ പണ്ട് പ്രോമിസ് ചെയ്ത കണക്ക് ബാഡ് ഗേഴ്സിൽ നിന്നും അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നും പറയുന്നതിൻ്റെ കൂടെ തന്നെ പാർക്കിനെ പോലെയല്ല താനെന്നും താന് ഭീമിനെ ഭയങ്കര സ്പെഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് താൻ തിരിച്ച് ഭീമിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഭീമ ബാത്റൂമിൽ പോയിട്ട് ആ റിങ് നോക്കി കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് ചെറ്റ് അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൻ്റെ അമ്മ എന്തോ കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ കോമയിലാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തായാലും ചികിത്സയിലാണ്. അമ്മ വിഷമിക്കണ്ട, ഭീമിനെ കൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അമ്മേൻ്റെ അടുത്തായിട്ട് പറയുന്നതാണ് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് വരുന്നത്. നമ്മുടെ ജെയ്സൺ ഇതിനു മുന്നേ ഏതോ ഒരു ലേഡീൻ്റെ കമ്പനി പോയിട്ട് ഇതേ കണക്ക് അവരുടെ കൂടെ കോൺട്രാക്ട് വെച്ച് അവരൊന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാൽ ലേഡി ട്രൈ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവസാനം അവരുടെ ലിക്വിഡ്, അതായത് മൊത്തം പൈസയും പോയതിന് ശേഷം ജെയ്സൺ തന്നെ ആ ലേഡീൻ്റെ ഫുള്ള് ഷെയർസ് മേടിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആ കമ്പനി മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതുകൊണ്ട് ജെയ്സന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യരുത് എന്നാണ് ചെറ്റ് പറയുന്നത്. അപ്പം ഞാനും ആ പെണ്ണുങ്ങളെ പോലെ
പറ്റിക്കപ്പെടുന്നാണോ നീ പറയുന്നേന്ന് അച്ഛൻ കുറച്ച് ദേഷ്യത്തില് ചോദിക്കുമ്പം അച്ഛൻ നല്ല ബിസിനസ് മാനല്ലേ, അച്ഛനെങ്ങനെ സംഭവിക്കുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പീമാണ് ജെയ്സിനെ കൊണ്ടുവന്നത്, അവനെന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ്. പിന്നെ പീമിന് കിട്ടുന്ന ന്യൂസ് അച്ഛൻ ജെയ്സിനുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റിസയുമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അച്ഛനിപ്പോൾ ജെയ്സണുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാത്തതിന് കാരണം ജെയ്സൺ ഇങ്ങനെ ആ ഒരു ബിസിനസ് വുമന്റെ അടുത്ത് ചെയ്തത് മനസ്സിലാക്കിയോണ്ടാണെന്നും ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ജെയ്സന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, മാക്സിമം അകന്ന് നിൽക്കണം എന്നാണ് താൻ പറയുന്നത്. ചെറ്റാണെങ്കിൽ അവന്റെ അങ്കിളിനെ ഇൻവെസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് അച്ഛൻ ഇങ്ങനെ ഇത് സമ്മതിക്കും കൂടെ ചെയ്തത്. പിയും അച്ഛനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അച്ഛനെ മറ്റൊരാള് ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും എൻ്റെ അടുത്ത് പ്ലാൻസ് ഉണ്ട്, അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല എന്ന് പിമ പറയുന്നുണ്ടെങ്കിലും ഓൾറെഡി ചെറ്റ് അവൻ്റെ റിലേറ്റീവായിട്ട് അമ്മേൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്കിളുമായിട്ട് ഒരു കോൺട്രാക്ട് റെഡിയാക്കിയിട്ടുണ്ട്. ജെയ്സൺ ആണെങ്കിൽ പക്ക പുറമേ നിന്നുള്ള ആളും. അപ്പം ജെയ്സനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലല്ലോ. ജെയ്സൺ ആണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാസ്റ്റും ഉണ്ട്. അങ്ങനെയുള്ളപ്പം റിസ്ക് കൂടുതലാണ്. ചെറ്റിന്റെ ഭാഗത്ത് റിസ്ക് കുറവാണ്. എപ്പോഴും ബിസിനസ്സുകാര് റിസ്ക് കുറവുള്ളിടത്തായിരിക്കും ഇൻട്രസ്റ്റ് കാണിക്കുക എന്ന് അച്ഛൻ പറയുന്ന സമയത്ത് പക്ഷേ ചെറ്റ് ഡ്രഗ് കേസിൽ ഇൻവോൾവ് ആണ് എന്ന് വിമ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് എന്തൊക്കെയാലും അവൻ എൻ്റെ മോനാണ്, ജെയ്സനെ വിശ്വസിക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് താൻ വളർത്തിയ മോനെ തനിക്ക് വിശ്വസിക്കാന്നാണ്. ഭീമ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് ഫ്ലോപ്പിൽ വരുന്ന സമയത്താണ് ജെയ്സന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. അച്ഛനിപ്പം ആ സൈനിങ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കാണല്ലോ. പോരാത്തന്നെ വേറൊരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ടെൻഷൻ ആവുമ്പം ഒരുവിധം അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഭീമ ശ്രമിക്കുന്നുണ്ട്. അടുത്ത സീനിൽ റിസയും ഭീമും സംസാരിക്കുവാണ്. ഭീമ കുറച്ചായിട്ട് വില്ല മോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് ഈ ഒരു ഇതിന്ന് പുറത്തു പോകാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇങ്ങനെ പോവാണെങ്കിൽ അച്ഛന് വല്ലാത്തൊരു ചോയ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ മൂത്ത മോനെ രക്ഷിക്കുക, വല്ലാത്ത പുത്രസ്നേഹമാണെങ്കിൽ തനേജിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷെ അച്ഛന് ഇമ്പോർട്ടന്റ് ഹോസ്പിറ്റലാണല്ലോ. ഒന്നെങ്കിൽ മൂത്ത മോൻ അല്ലെങ്കിൽ തനേജ്, ഇങ്ങനൊരു പ്രതിസന്ധി വരുത്തുന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറ്റിനെ ആ ഒരു ഡ്രഗ് കേസിൽ എവിഡൻസോടുകൂടി അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ കാണിക്കും. അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ വൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇന്റർനെറ്റിൽ റിലീസ് ചെയ്യും. അപ്പം ഹോസ്പിറ്റലിന്റെ കാര്യം തീരുമാനമാവും. ഇത് പീമ പറയുമ്പം റിസയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പോയാൽ ഹോസ്പിറ്റൽ തന്നെ ഇല്ലാണ്ടാവുന്ന കണക്കാണ്. പീമാണെങ്കിൽ ഒരുമാതിരി വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ട് എനിക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടത്തില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇവിടെ താനും ബോസും കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. വൂട്ടിനെ പോലെ ഒരാളെ കണ്ടുപിടിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പീമും റിസയും വരുന്നത്. വൂട്ടിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് എന്തായി, കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അതെന്താ പെട്ടെന്ന് നിനക്ക് അങ്ങനെ കുറിച്ചൊരു കൺസേൺ എന്ന് താന്. അതെങ്ങനെയാ പെട്ടെന്നാവാ, നമ്മൾ ഇതും അന്വേഷിക്കുന്നില്ലായിരുന്നോ? ജസ്റ്റ് ഞാൻ കുറച്ച് അവരിടയ്ക്ക് കുറച്ച് ബിസി ആയിപ്പോയി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ബോസിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ പീമിനെ കുറിച്ച് മാറ്റി നിർത്തിയിട്ട് നിനക്ക് പിന്നെയും പോലീസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാ ചോദിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ടും അവന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴല്ലേ ഒരുമാതിരി യൂസ് ചെയ്യുന്ന കണക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് റിസ ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും ആയില്ലേന്ന്. സലായയിലുള്ളതായിട്ടായിരുന്നു അന്ന് CCTV കാണിച്ചിട്ട് തന്നെ ബോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നില്ല, ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് അവരെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് ബോസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് റിസ പീമിന്റെ അടുത്ത് ചോദിക്കുന്നിടത്ത് ആ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനില് ഭീമ കുറച്ച് ടെൻഷനായിട്ട് റിസേനെ വിളിച്ച് നീ എവിടെയുള്ളത്, ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിലെ സംസാരിച്ച് പോകുന്നത് പാർക്ക് ശ്രദ്ധിച്ച് അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. റിസേന്റെ അടുത്ത് പോയിട്ട് വൂട്ട് എവിടെയുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഒളിഞ്ഞെന്ന് പാർക്ക് കേട്ടിട്ട് ചെറ്റിനെ വിളിച്ച് പറയുന്നുണ്ട്. കണ്ടിട്ടെല്ലാം ഒരു പ്ലാൻ പോലെയുണ്ട്. അങ്ങനെ രാത്രി ചെറ്റിനെയും കൂട്ടിയിട്ട് പാർക്ക് വൂട്ടിന്റെ അടുത്ത് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെപ്പാടെ ഇവരെ കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴാണ് അവര് പറയുന്നത് ഇവൻ ഇവിടുന്ന് മാറ്റാൻ പോവാണെന്ന്. എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് ഭാര്യനെയും കുട്ടീനെയും കാണണമെന്ന് പുള്ളിക്കാരൻ. ഫാമിലിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, എല്ലാ മാസവും കൃത്യമായിട്ട് ഞാൻ അവർക്ക് പൈസ കൊടുത്തേക്കാം, നന്നായിട്ട് നോക്കിക്കോളാന്ന് ചെറ്റ്. ഇതും പറഞ്ഞ പുള്ളീനെ ഇവിടുന്ന് മാറ്റണമെന്നും പറഞ്ഞ് ചെറ്റ് ഇറങ്ങുന്നുണ്ട്. പുള്ളീനെ പിടിക്കാൻ പോകുമ്പം പുള്ളിയാണെങ്കിൽ കുറെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിർബന്ധിച്ചാണ് പാർക്ക് വൂട്ടിനെയും കൂട്ടിയിട്ട് താഴേക്ക് വരുന്നത്. കറക്റ്റ് ഇവരെ താഴേക്ക് വരുന്നതും നമ്മുടെ ടീംസ് മേലേക്ക് വരുന്നുണ്ട്. അവരെ ഓടാൻ ശ്രമിക്കുമ്പം താനും പീമും പാർക്കിനെയും ചെറ്റിനെയും പിടിച്ചു വെക്കുന്നു. ബാക്കി രണ്ടുപേരും വൂട്ടിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പാർക്കിനെയും ചെറ്റിനെയും അടിച്ചിട്ട് പീമും താനും പോകുന്നുണ്ട്. പുറകെ തന്നെ അവർ എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വൂട്ട് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാറ് വന്ന് വൂട്ടിനെ ഇടിക്കുന്നത്. ഈ ഒരു സീൻ കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.